നമസ്തേ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോയുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്കൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ആ അനുഗ്രഹം ഉണ്ടായി. അതെന്താണെന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പം പറയാൻ പോകുന്നത്. രാവിലെ 7 മണിക്ക് മുന്നേ നമ്മൾ ഈ പ്രാർത്ഥിക്കണം. അതായത് ഭഗവാന്റെ സ്തുതികളുണ്ടല്ലോ, സ്തുതികൾ അല്ലെങ്കിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓ വജത് ഭുവേ നമ. സ്തുതികളെന്ന് പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന സ്തുതികൾ അത് തന്നെ തിരഞ്ഞെടുക്കുക. ഈ നമ്മൾ 48 ദിവസം എന്ന് പറയും. ഈ 48 ദിവസം എന്ന് പറയുന്നത് മണ്ഡലകാലമാണ്. ഈ 48 ദിവസവും നമ്മൾ ഈ ആഗ്രഹം പറഞ്ഞുകൊണ്ട് എന്താണോ നമ്മൾ തുടങ്ങുന്നത് അത് തന്നെ ആ ഒരു ടൈമിങ്ങിൽ, അപ്പോൾ അതായത് നിങ്ങൾ 6 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ 6 മണിക്ക് തന്നെ നിങ്ങൾ അത് ജപിക്കാൻ നോക്കുക. അല്ല 7 മണിക്കാണെന്നുണ്ടെങ്കിൽ 7 മണിക്ക് തന്നെ ജപിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ്, നമ്മൾ കോഫിയോ അല്ലെങ്കിൽ ചായയോ ഒക്കെ കുടിക്കുന്നതിന് മുന്നേ വേണം നമ്മളിത് തുടങ്ങാൻ. പിന്നെ പീരീഡ് ആകുന്നവർ ആ ഒരു സമയം 4 ദിവസം നമ്മൾ ഈ ഒരു പ്രാർത്ഥിക്കാം. പക്ഷേ വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊന്നും ഒരു ദോഷവും വരത്തില്ല. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ കുളിച്ച് എന്തായാലും നമ്മൾ കുളിക്കുമല്ലോ, കുളിച്ച് നമ്മൾ ശുദ്ധിയായിട്ടിരുന്ന് ഒരു 4 ദിവസം നമ്മൾ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് വിളക്ക് കത്തിക്കാൻ പറ്റുന്ന സമയത്ത് ആരെങ്കിലും വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ 4 ദിവസം 7 ദിവസം കഴിഞ്ഞാണ് ഒരു കണക്ക് വരുന്നത്. ഒരു പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു 7 ദിവസം കഴിഞ്ഞ് നമുക്ക് വിളക്ക് കത്തിച്ച് വീണ്ടും അതുപോലെ തന്നെ തുടരാം. പക്ഷേ ഈ തുടങ്ങുന്ന പ്രാർത്ഥന മുടക്കരുത്. പിന്നെ ഇത് പ്രത്യേകിച്ച് പറയുന്നത് ഗർഭിണിയായിരിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു കുഞ്ഞിനെ, നമ്മൾ ബുദ്ധിമാനായ നല്ല സൗന്ദര്യമുള്ള നല്ല സമയത്ത് നല്ല ദിവസത്തിൽ ഒരു കുഞ്ഞിനെ ഭഗവാനെ എനിക്ക് തരണം. അതാണായാലും പെണ്ണായാലും, ആണും പെണ്ണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ആൺകുഞ്ഞിനെ തരണമെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ തരണമെന്ന്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ആഗ്രഹം പറയാം. അതല്ല വേറെ എന്താഗ്രഹമാണെങ്കിലും ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹം നടന്നിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൃത്യനിഷ്ഠതയോടുകൂടി ആ ഒരു സമയത്ത് ഞാൻ ചെയ്തത് ഓം വജത് ഭുവേ നമ 108 തവണ ജപിച്ചു. അന്ന് എനിക്ക് സ്കന്ദഷഷ്ഠി കവചം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അത് എൻ്റെ മോൻ വയറ്റിലുള്ളപ്പം ഞാൻ ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുന്നേ എനിക്കറിയില്ല, ഇതൊന്നും എനിക്കറിയാതാണ് ഞാൻ ഇങ്ങോട്ട് ഈ ഭഗവാനിലോട്ട് അടുത്തതെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പം ഓം വജത് ഭുവേ നമ 108 തവണ ജപിച്ച് നമ്മുടെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഭഗവാനോട് നമ്മുടെ ആഗ്രഹം പറയുകയാണ്. ഇന്ന ആഗ്രഹം എനിക്ക് നടത്തി തരണം, ആ ആഗ്രഹം നടത്തി തരണം എന്ന് നമ്മൾ എല്ലാ ദിവസവും ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനോട് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് നമ്മളത് നടക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നമ്മളത് പ്രാർത്ഥിക്കാൻ. ഭഗവാൻ ഇത് കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഭഗവാൻ ഇത് കേട്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരും. ഭഗവാനോടത് ഞാൻ എന്നും ആ ഒരു നന്ദി കാണിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇപ്പം അപ്പം നിങ്ങൾ എന്താഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം മനസ്സിൽ, നിങ്ങൾ പോകാൻ പറ്റണം, അവിടെ ചെല്ലണം. അവിടെ ചെല്ലാൻ വേണ്ടി അവിടെ ചെന്ന് നമ്മൾ ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ന ദിവസമെന്നോ ഇന്ന ടൈമൊന്നും പറയാൻ പാടില്ല. ചിലപ്പോൾ ആ സമയത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? പക്ഷെ പറയണം, പഴനിമല ആണ്ടവനോടാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത്. പഴനിമല ആണ്ടവ ഭഗവാനെ, സുബ്രഹ്മണ്യ സ്വാമി, മുരുക, നിങ്ങൾ ഏത് രൂപത്തിൽ, ബാലരൂപത്തിലോ അല്ലെങ്കിൽ യുവാവായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കാണാം. നിങ്ങൾ എങ്ങനെയാണോ ആ രൂപം കാണുന്നത് ആ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയുക, എൻ്റെ ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഞാൻ 21 വീട് കയറി ഊരി തെണ്ടി ആ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ കാവടി എടുത്ത് ഭഗവാന്റെ നടയിൽ വന്ന് തൊഴുതോളാം എന്ന് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുക.
ആ ആഗ്രഹം നടക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ നല്ല ആഗ്രഹമായിരിക്കണേ. നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ, ഒരു നല്ല കുഞ്ഞിനെ തരാൻ വേണ്ടി. കുഞ്ഞിനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ പോകാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു കുഞ്ഞിനെ ഒരു ബുദ്ധിമാനായ, സൗന്ദര്യമുള്ള, നല്ല സ്വഭാവിയായ, നല്ല സമയത്ത്, നല്ല ജാതകത്തിൽ, നല്ല ദിവസത്തിൽ ഒരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് പ്രസവിക്കാൻ കഴിഞ്ഞ ഭഗവാനെ, ഞാൻ ഭഗവാന്റെ നടയിൽ എൻ്റെ കുഞ്ഞുമായി വന്ന് കാവടി എടുത്തോളാം എന്ന് പ്രാർത്ഥിക്കുക. അപ്പം അത് എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം? ചിലർ 1 വയസ്സാകുമ്പം മുട്ടയടിച്ച് കുഞ്ഞിനെ പഴഞ്ഞ് കയറ്റാറുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ആ 1 വയസ്സിൽ, അല്ലെങ്കിൽ 2 വയസ്സിൽ. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം, ഇന്ന വയസ്സൊന്നും ഇന്ന സമയമൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അത് ആ സമയത്ത് നമ്മൾ ചെന്നില്ലെങ്കിൽ അതൊരു പരീക്ഷണമായിട്ട് നമുക്ക് വീണ്ടും വരും. അപ്പോൾ നമ്മൾ ആ ഒരു സമയമൊന്നും പറയണം. നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് നടക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ചെല്ലാമെന്ന് പറയുക, കാവടി എടുത്ത് ഭഗവാന്റെ നടയിൽ വന്ന് തൊഴുതോളാമെന്ന് പറയുക. ഇത്രയും പറഞ്ഞാൽ മതി. പഴനി പോകുന്നതിന് മുന്നേ, പഴനി ആണ്ടവനെ കാണുന്നതിന് മുന്നേ കുറച്ച് അമ്പലങ്ങളും, കുറച്ച് അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ ചുറ്റിപ്പറ്റിയുള്ള അമ്പലങ്ങളുണ്ട്. ആ അമ്പലത്തിലൊക്കെ ദർശനം, പിന്നെ ഇടുമ്പമലയിലൊക്കെ കയറി ചെന്ന് കണ്ടതിന് ശേഷമേ ഭഗവാനെ കാണാമെന്നാണ് ഇപ്പം ഉള്ളവർ പറയുന്നത്. പണ്ട് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം പറയുന്നത് ഭഗവാനെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ളതൊക്കെ ചെയ്തതിന് ശേഷം അവരുടെ അനുഭവത്തോടു കൂടി വേണം പഴനിമല ചവിട്ടാനെന്നാണ് പറയപ്പെടുന്നത്. ഇനി അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ചെയ്യാതെ എന്താണെന്നുള്ളത് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല. ഞാനും ഒരു വീഡിയോ കണ്ട കാര്യമാണ്. പഴനി പോകുന്നതിന് മുന്നേ ഇടുമ്പമലയിൽ പോകണമെന്ന് നേരത്തെ കേട്ടിട്ടുണ്ട്. അല്ലാതെ താഴെ ഒരു അമ്പലമുണ്ട്, വള്ളീദേവിയുടെ കല്യാണം നടന്ന സ്ഥലമുണ്ട്. അവിടെ പോയി തൊഴണമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം താഴെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിലും പോയതിന് ശേഷമേ പഴനിമല ചവിട്ടാവുന്നുണ്ട്. അത് എന്താണെന്നുള്ള ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം അതൊക്കെ ചെയ്തിട്ട് പോകുന്നതാണ് ഉചിതമെങ്കിൽ അങ്ങനെയെങ്കിൽ പോവുക. അല്ല, ഞാനിപ്പോൾ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പഴനിമല ചവിട്ടുമായിരുന്നു. ഇടുമ്പമലയിൽ പോലും ഞാൻ പോയില്ല, പഴനിമല ചവിട്ടുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഈ ആഗ്രഹം ഇങ്ങനെ നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക, ഇങ്ങനെ ചെയ്യുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം നടന്നിരിക്കും, അത് ഉറപ്പാണ്. എൻ്റെ ആഗ്രഹം നടന്നതാണ് അങ്ങനെ. അപ്പം അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത്. അപ്പം നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, അല്ലേ? നല്ല ആഗ്രഹങ്ങളുണ്ട്. ചിലർ പറയും എനിക്ക് നടുവേദനയാണ്, എൻ്റെ നടുവേദന മാറ്റിത്തരണേ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യമുണ്ട്, അല്ലെ എൻ്റെ ജോലി സംബന്ധമായ കാര്യം, ഇതൊക്കെ മാറ്റിത്തരണമെന്ന് ഭഗവാൻ കേൾക്കും. പഴനിമല ആണ്ടവൻ കേൾക്കും. പക്ഷേ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ആ കൃത്യനിഷ്ഠതയോട് കൂടി ഏതാണോ നിങ്ങൾ ജപിക്കുന്നത് അത് മാത്രം ജപിക്കുക, ആ ഒരു സമയത്ത് ജപിക്കുക, ഇത്ര ദിവസം ജപിക്കുക. പിന്നെ അത് ആഗ്രഹം നടക്കും. ആ ആഗ്രഹം എപ്പോഴായാലും നടക്കും. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ 9 മന്ത് കഴിയുമ്പോഴത്തേനും പ്രസവിച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടുമല്ലോ. അന്നേരം തന്നെ നമുക്ക് അത്ഭുതം മനസ്സിലാക്കാം. അപ്പം അത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് തരും ഭഗവാൻ. അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു നല്ല കുഞ്ഞിനെയാണ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ, ഞാൻ പ്രഗ്നൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പം കുഞ്ഞുങ്ങളില്ലാതെ വരുന്ന അമ്മമാരുണ്ട്, അവർക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതിന് ഷഷ്ടിവ്രതം നോക്കണമെന്നാണ് പറയുന്നത്. ഷഷ്ടിവ്രതം നോക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ പറഞ്ഞ പോലുള്ള രീതിയിലൊന്ന് പ്രാർത്ഥിച്ച് ഭഗവാൻ കേൾക്കും. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞത്. എനിക്കറിയില്ല മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കും എന്നറിയില്ല. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന പഴനിമല ആണ്ടവൻ കേൾക്കും. അത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നന്ദി. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.